ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹര എന്ന സിനിമയുടെ കഥയാണ്. ഈ കഥ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടതാണ്. കഥയുടെ തുടക്കത്തിൽ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഒരു മീറ്റിംഗ് നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവരുടെ മേധാവി മറ്റു ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട്, നാളെ ഗണപതി ഉത്സവമാണ്, അതിനാൽ നമ്മൾ സുരക്ഷ വർദ്ധിപ്പിക്കണം. ശ്രദ്ധയോടെ കേൾക്കുക, ഒരു കുറ്റകൃത്യവും നടക്കാൻ പാടില്ല. പിന്നീട് നമ്മൾ റാം എന്നൊരാളെ കാണുന്നു. അയാൾ വീട്ടിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിമിഷ എന്ന തന്റെ മകളുടെ ഫോട്ടോയിൽ അയാളുടെ കണ്ണുകൾ പതിയുന്നു. അത് കണ്ട് അയാൾക്ക് അതിയായ ദുഃഖം തോന്നുന്നു. കാരണം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെ മകൾ ആത്മഹത്യ ചെയ്തിരുന്നു. എന്നാൽ എന്തിനാണ് അവൾ ആത്മഹത്യ ചെയ്തതെന്ന സത്യം റാമിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ആരോ അവളോട് എന്തോ ദ്രോഹം ചെയ്തിട്ടുണ്ടെന്നും അതുമൂലമാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്നും റാം കരുതുന്നു. ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും ആ കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്ന് റാമിന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. റാമിന് അവർക്ക് ശിക്ഷ വാങ്ങി നൽകാൻ കഴിയുമോ? റാം തന്റെ മകളുടെ കോളേജിലെ ഒരു സുഹൃത്തിനെ കാണാനായി ഓട്ടോയിൽ പോവുകയാണ്. അപ്പോൾ ചിലർ അയാളെ പിന്തുടരാൻ തുടങ്ങുന്നു. റാം കാരണമാണ് അവർക്ക് ജോലി നഷ്ടപ്പെട്ടത്. അവരെല്ലാം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. ഒരു ദിവസം റാം അവരുടെ ചെയ്തികൾ പുറത്തു കൊണ്ടുവന്നതിനാൽ അവർക്ക് ജോലി നഷ്ടപ്പെട്ടു. ഇപ്പോൾ അവർ റാമിനെ കൊന്ന് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതിനുശേഷം റാം മകളുടെ കോളേജിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ വെച്ച് അയാൾ മകളുടെ ഒരു സുഹൃത്തിനെ കാണുന്നു. സ്റ്റാലിൻ എന്നൊരു ഗുണ്ടയെക്കുറിച്ച് അയാൾ റാമിനോട് പറയുന്നുണ്ട്. സ്റ്റാലിൻ തന്റെ ഗുണ്ടകളോടൊപ്പം ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടത്തുകയായിരുന്നു. അതിന് അയാൾക്ക് നല്ല പണം ലഭിച്ചിരുന്നു. അയാളെ എല്ലാവർക്കും ഭയമായിരുന്നതിനാൽ പോലീസ് പോലും പേടിച്ച് പരാതി രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ഒരു പക്ഷേ അയാൾ നിമിഷയോടെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവാം. അതുമൂലമാകാം ആ പാവം പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ഇതിന് പിന്നിൽ ആരാണെന്ന് സിനിമയുടെ അവസാനത്തിൽ അറിയാം. പിന്നീട് റാം ഒരു ഓട്ടോയിൽ ഇരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ ഓട്ടോയിൽ ഒരു പെൺകുട്ടിയും അവളുടെ അച്ഛനും ഇരിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയെ കാണുമ്പോൾ റാമിന് തന്റെ മകളെ ഓർമ്മ വരുന്നു. അത് അയാളെ വളരെ വൈകാരികമായി തളർത്തുന്നുണ്ട്. മകളോടൊപ്പം ചെലവഴിച്ച ദിവസങ്ങൾ അയാൾ ഓർക്കാൻ തുടങ്ങുന്നു. അടുത്തതായി റാമിന്റെ ഭാര്യ വീട്ടിലിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നിമിഷയുടെ സ്കൂളിലെ ഒരു അധ്യാപകൻ അവളെ കാണാനായി വീട്ടിലേക്ക് വരുന്നു. അദ്ദേഹത്തെ കണ്ടതും റാമിന്റെ ഭാര്യ റാമിന്റെ ഫോട്ടോയിൽ ഒരു പൂമാല ചാർത്തി റാം മരിച്ചുപോയെന്ന് നടിക്കുന്നു. റാം ജീവിച്ചിരിക്കുമ്പോൾ എന്തിനാണ് അവൾ ഭർത്താവ് മരിച്ചു എന്ന് കാണിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ അധ്യാപകൻ ഉൾപ്പെടെ സ്കൂളിലെ മറ്റ് അധ്യാപകർക്കും മകളുടെ മരണത്തിൽ പങ്കുണ്ടെന്ന് റാമിനും അവൾക്കും സംശയമുണ്ട്. അതിനാൽ റാം പണ്ടേ മരിച്ചുപോയെന്നും ഇപ്പോൾ നിമിഷയുടെ കേസ് ആരും അന്വേഷിക്കുന്നില്ലെന്നും അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. കാരണം റാമിനെ കുറിച്ച് അവർ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ റാമിനെയും കൊന്നുകളയുമായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞ് ആ അധ്യാപകൻ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് എല്ലാ പോലീസുകാരും ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്. ഈ മീറ്റിംഗ് വേലു നായ്ക്കർ എന്ന ഒരു അധോലോക നായകന് വേണ്ടിയായിരുന്നു. വേലു നായ്ക്കർ ഒരു കുറ്റവാളിയാണ്. ഇപ്പോൾ ഗണപതി ഉത്സവം ആഘോഷിക്കാൻ അയാൾ തന്റെ നഗരത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വേലു നായ്ക്കർക്ക് ചുറ്റും പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചത്. അയാൾക്ക് ഒരു തെറ്റും ചെയ്യാൻ കഴിയാതിരിക്കാനായി പോലീസ് അയാളുടെ വീട് 4 ഭാഗത്തു നിന്നും വളയുന്നു. അടുത്തതായി റാം ഒരു ഗുണ്ടയെ കാണാൻ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിന്ന് അയാൾ ഒരു തോക്ക് വാങ്ങുന്നുണ്ട്. എന്തെങ്കിലും ആപത്ത് വന്നാൽ സ്വയം പ്രതിരോധിക്കാൻ വേണ്ടിയാണത്. അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ ചില ഗുണ്ടകൾ റാമിനെ ആക്രമിക്കുന്നു. എന്നാൽ ഇപ്പോൾ റാമിന്റെ കയ്യിൽ തോക്കുള്ളത് കൊണ്ട് അയാൾ തോക്ക് കാണിച്ച് അവരെ അവിടെ നിന്ന് ഓടിക്കുന്നു. പക്ഷെ ഗൈസ്, ആ സസ്പെൻസ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ റാമിനെ ഇപ്പോഴും പിന്തുടരുകയായിരുന്നു. പിന്നീട് റാം ബസ്സിലിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ ചില ഗുണ്ടകൾ പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നു. ഇത് കണ്ട റാം ദേഷ്യത്തിൽ ആ ഗുണ്ടകളെ തോക്ക് കൊണ്ട് അടിച്ചു കൊല്ലുന്നു. ആരെങ്കിലും പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നത് റാമിന് സഹിക്കാൻ കഴിയുന്നേ ഇല്ല. അവരെ കൊന്നതിന് ശേഷം റാം ബസ്സിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഈ വാർത്ത പോലീസിന് ലഭിക്കുന്നുണ്ട്. ഒരാൾ ബസ്സിൽ വെച്ച് 24 വയസ്സുള്ള ഒരു യുവാവിനെ കൊന്നുവെന്നും ഇപ്പോൾ റാമിനെ കണ്ടെത്താനായി എല്ലായിടത്തും പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ടെന്നും അവർ അറിയിക്കുന്നു. എന്നാൽ ആ മനുഷ്യൻ ആരാണെന്ന് പോലീസിന് വ്യക്തമായിരുന്നില്ല. ഇനി നമ്മൾ മൊട്ടത്തലയനായ ഒരു നേതാവിനെ കാണുന്നു. അയാൾ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകി സ്വയം പുകഴ്ത്തുകയാണ്. അപ്പോൾ ഒരു MLA അവിടേക്ക് വരുന്നു. സംസാരത്തിനിടയിൽ വിജയ് ഭാസ്കറിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അയാൾ ആരോഗ്യമന്ത്രിയും വളരെ അപകടകാരിയായ മനുഷ്യനുമാണ്. ഒരിക്കൽ അയാളുടെ ഒരു MLA നിയമസഭയിൽ വ്യാജ ഗുളികകളെ കുറിച്ച് എന്തോ പറഞ്ഞിരുന്നു. ഇത് കേട്ട് വിജയ് ഭാസ്കറിന് ദേഷ്യം വരികയും അയാൾ ആ MLAയെ കൊല്ലുകയും ചെയ്തിരുന്നു. കാരണം വിജയ് ഭാസ്കർ തന്നെയാണ് നിയമവിരുദ്ധമായി വ്യാജ ഗുളികകൾ നിർമ്മിക്കുന്നത്. ആരെങ്കിലും അയാളുടെ ബിസിനസ്സിനെതിരെ സംസാരിച്ചാൽ അയാൾ അവരെ വെറുതെ വിടില്ല. ഇതിനുശേഷം ബസ്സിലുണ്ടായിരുന്ന എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ആരും റാമിനെ കുറിച്ച് പോലീസിനോട് ഒന്നും പറയുന്നില്ല. കാരണം റാം ആ ഗുണ്ടകളെ കൊന്നത് ശരിയാണെന്ന് അവർക്കറിയാമായിരുന്നു. തുടർന്ന് റാമിന്റെ മുഖം കണ്ട കുറച്ചുപേരെ പോലീസിന് കിട്ടുന്നു. അവരുടെ സഹായത്തോടെ പോലീസ് റാമിന്റെ രേഖാചിത്രം വരയ്ക്കാൻ തുടങ്ങുന്നു. അടുത്ത സീനിൽ റാം തന്റെ മകളുടെ അതിഥി എന്ന കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. നിമിഷയ്ക്ക് ദർശൻ എന്നൊരു കാമുകനുണ്ടായിരുന്നു എന്ന് അതിഥിയിൽ നിന്നും റാം മനസ്സിലാക്കുന്നു. എന്നെ ഉടനെ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമെന്ന് റാം അവളോട് പറയുന്നു. അതിഥി റാമിനെയും കൊണ്ട് നിമിഷയുടെ കാമുകന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുന്നു. ഈ സമയത്ത് വംശി എന്ന അതിഥിയുടെ സുഹൃത്തിനെയും നമ്മൾ കാണുന്നുണ്ട്. അതിഥി റാമിനെ ദർശന്റെ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇപ്പോഴും അവരെ പിന്തുടരുകയാണ് കേട്ടോ. കാരണം അയാൾക്ക് പ്രതികാരം ചെയ്യണം. വംശിയും അയാളോടൊപ്പം ഉണ്ട്.
യഥാർത്ഥത്തിൽ വംശിയാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥനോട് റാമിനെ കുറിച്ചും അയാൾ എവിടെ പോകുന്നുവെന്നും പറഞ്ഞു കൊടുത്തത്. പിന്നീട് നമ്മൾ കാണുന്നത് റാം ദർശനെ കണ്ടുമുട്ടുന്നതാണ്. അയാൾ അവന്റെ കൈകൾ കെട്ടി കാറിൽ ഒരു വിജനമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ദൂരെ എങ്ങും ഒരു മനുഷ്യനെയും കാണാനില്ല. ആ പ്രദേശം ഒരു കാടിന്റെ നടുവിലായിരുന്നു. അവിടെ വെച്ച് റാം ദർശനോട് ചോദിക്കുന്നുണ്ട്, പറയ്, നീ എന്റെ മകളോട് എന്ത് ചെയ്തു? അവൾ ആത്മഹത്യ ചെയ്യാൻ മാത്രം നീ എന്ത് ചെയ്തു? ഇത് പറഞ്ഞ് റാം ദേഷ്യത്തിൽ ദർശനെ അടിക്കാൻ തുടങ്ങുന്നു. എന്നാൽ അതേസമയം സസ്പെൻഡ് ചെയ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നു. അവരെല്ലാവരും ചേർന്ന് റാമിനെ പിടിക്കുന്നു. ഇതിനുശേഷം അതിഥിയും വംശിയും ദർശനുമായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. മറുവശത്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥർ റാമിനെ പിടിച്ചുകൊണ്ടുപോകുന്നു. ഇവിടെ വെച്ച് ആ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടതെന്ന് നമ്മൾ അറിയുന്നു. ഒരു ദിവസം റാമിന്റെ മകൾ നിമിഷയും ദർശനും ഒരുമിച്ച് കോളേജിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് ആ ഉദ്യോഗസ്ഥൻ അവിടെ വരികയും ഇരുവരും കൈകോർത്ത് പിടിച്ചിരിക്കുന്നത് കണ്ട് ചോദിക്കുകയും ചെയ്യുന്നു, നിങ്ങളിവിടെ പഠിക്കാനാണോ വരുന്നത്, അതോ ഇതൊക്കെ ചെയ്യാനാണോ? സംസാരത്തിനിടയിൽ അയാൾ ദർശന്റെ നേരെ കൈ ഓങ്ങുകയും ചെയ്തു. അതിനുശേഷം അയാൾ നിമിഷയും ദർശനെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. യഥാർത്ഥത്തിൽ അവരുടെ ഭാഗത്ത് തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിമിഷയുടെ അച്ഛൻ റാം പോലീസ് സ്റ്റേഷനിൽ വന്ന് ആ ഉദ്യോഗസ്ഥനെതിരെ അയാളുടെ സീനിയർ ഓഫീസറോട് പരാതിപ്പെടുന്നു. ഇതുമൂലമാണ് ആ ഉദ്യോഗസ്ഥന് ജോലി നഷ്ടപ്പെട്ടത്. അതോടൊപ്പം ഈ അപമാനം കാരണം ആ ഉദ്യോഗസ്ഥന്റെ കുടുംബവും അയാളെ ഉപേക്ഷിച്ചു പോയി. ഈ അപമാനത്തിന് പ്രതികാരം ചെയ്യാനാണ് അയാൾ ഇത്രയും ദിവസമായി റാമിനെ പിന്തുടരുന്നത്. ഇപ്പോൾ അവരെല്ലാവരും റാമിനെ 4 വശത്തു നിന്നും വളഞ്ഞ് വെടിവെക്കാൻ തുടങ്ങുന്നത് നമ്മൾ കാണുന്നു. എന്നാൽ അതേസമയം ചില ഗുണ്ടകൾ അവിടെ വന്ന് ആ ഉദ്യോഗസ്ഥരെ എല്ലാം തോക്കുകൊണ്ട് വെടിവെച്ച് റാമിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. ആരാണ് ഈ ഗുണ്ടകളെന്നും എന്തിനാണ് അവർ റാമിനെ രക്ഷിച്ചതെന്നും പിന്നീട് നമ്മൾ അറിയും. വെടിയേറ്റിട്ടും ആ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ രക്ഷപ്പെടുന്നു. എന്നാൽ റാമിന് ദാവൂദ് ഇബ്രാഹിം എന്ന മറ്റൊരു പേരുണ്ടെന്ന് പോലീസിന് വിവരം ലഭിക്കുന്നു. പിന്നീട് റാമിനെ രക്ഷിച്ച ഗുണ്ടകൾ അയാളെ വേലു നായ്ക്കരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട അതേ അധോലോക നായകനാണ് അയാൾ. പോലീസുകാർ ഇരുവർക്കും പിന്നാലെ ഉണ്ടെന്നതിനാലാണ് വേലു റാമിനെ തന്നിലേക്ക് വിളിപ്പിച്ചത്. അതായത് ഇവിടെ ശത്രുവിന്റെ ശത്രു മിത്രമായി. ഇവിടെ റാം തന്റെ മറ്റൊരു പേരായ ദാവൂദ് ഇബ്രാഹിമിന് പിന്നിലെ കഥ വേലുവിനോട് പറയുന്നു. എന്റെ മകൾ ആത്മഹത്യ ചെയ്തപ്പോൾ ഞാനും ഭാര്യയും അവളുടെ ആത്മഹത്യക്ക് പിന്നിലെ രഹസ്യം അറിയാൻ ശ്രമിക്കുകയായിരുന്നു. കോയമ്പത്തൂരിൽ ഞങ്ങൾ ഒരു യാത്രയിലായിരുന്നു. അപ്പോൾ ഒരു വലിയ അപകടം നടന്നു. അതിൽ ദാവൂദ് ഇബ്രാഹിം എന്ന സൈനിക ഉദ്യോഗസ്ഥന് ഗുരുതരമായി പരിക്കേറ്റു. അതിനുശേഷം റാമും ഭാര്യ ലീലയും ചേർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നു. അവിടെ വെച്ച് ആ ഉദ്യോഗസ്ഥൻ റാമിനോട് പറയുന്നുണ്ട്, ഇനി ഞാൻ രക്ഷപ്പെടില്ലായിരിക്കാം. അതോടൊപ്പം അടുത്ത മാസം തന്റെ മകളുടെ വിവാഹമാണെന്നും അയാൾ പറയുന്നു. അവിടെ വെച്ച് ആ സൈനിക ഉദ്യോഗസ്ഥൻ തന്റെ മകളുടെ വിവാഹത്തിന്റെ ഉത്തരവാദിത്തം റാമിനെ ഏൽപ്പിക്കുന്നു. അതിനുശേഷം ആ ഉദ്യോഗസ്ഥൻ മരിക്കുന്നു. ഇതിനുശേഷം റാം തന്റെ 2ാമത്തെ പേര് ദാവൂദ് ഇബ്രാഹിം എന്ന് മാറ്റുന്നു. തന്റെ അച്ഛൻ മരിച്ചെന്ന് ആ സൈനിക ഉദ്യോഗസ്ഥന്റെ മകൾ അറിയാതിരിക്കാനായിരുന്നു അത്. ഇനി റാം ഇതെങ്ങനെ ചെയ്തു എന്ന് നോക്കാം. യഥാർത്ഥത്തിൽ റാം അതേ ഉദ്യോഗസ്ഥനുമായി നടിച്ച് ആ മകളോട് സംസാരിക്കുന്നു. അയാൾ ആ പെൺകുട്ടിയുടെ അച്ഛനെ പോലെ തന്നെ പെരുമാറുന്നുണ്ട്. അതുകൊണ്ട് ആ പെൺകുട്ടിയും തന്റെ അച്ഛൻ സുരക്ഷിതനാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നീലയും റാമും അല്ലാതെ ആ സൈനിക ഉദ്യോഗസ്ഥന്റെ ഭാര്യയ്ക്ക് മാത്രമേ ഈ സത്യം അറിയാമായിരുന്നുള്ളൂ. കാരണം മരിക്കുന്നതിന് മുമ്പ് ആ ഉദ്യോഗസ്ഥൻ ഭാര്യയുമായി സംസാരിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. പ്രസന്റിലേക്ക് വരുമ്പോൾ റാമിന്റെ വാക്കുകൾ കേട്ട ശേഷം വേലു നായ്ക്കർ അവനോട് പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറയണം, ഞാൻ നിന്റെ കൂടെയുണ്ട്. അടുത്ത സീനിൽ നമ്മൾ അതിഥിയെയും ദർശനെയും വംശിയെയും കാണുന്നു. അവർ ഒരുമിച്ചിരിക്കുകയാണ്. എന്നാൽ ആ നിമിഷം റാം അവിടെ എത്തുന്നുണ്ട്. ഇവിടെ അതിഥി റാമിനോട് മുഴുവൻ സത്യവും പറയുന്നു. നിമിഷയുടെ ആത്മഹത്യക്ക് കാരണം ദർശനല്ല. യഥാർത്ഥത്തിൽ നിമിഷ ഗർഭിണിയായിരുന്നു. അതുമൂലമാണ് അവൾ ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നിമിഷ തന്നെയാണ് എന്നോട് ഫോണിൽ വിളിച്ച് ഈ കാര്യം പറഞ്ഞത്. ഇപ്പോൾ നിമിഷ എങ്ങനെ ഗർഭിണിയായി എന്ന കാരണം ആർക്കും അറിയില്ലായിരുന്നു. എന്തായാലും അത് നമ്മൾ വഴിയെ അറിയും. ഇവിടെ അതിഥിക്ക് വളരെ ദുഃഖം തോന്നുന്നുണ്ട്. ഇപ്പോൾ അവരെല്ലാം റാമിനെ സഹായിക്കാൻ തീരുമാനിക്കുന്നു. അതിനുശേഷം റാം അതിഥിയോടൊപ്പം നിമിഷയുടെ ഹോസ്റ്റലിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് അവർ നിമിഷയുടെ ബാഗുകൾ കൊണ്ടുവരുന്നു. നിമിഷയുടെ ബാഗുകൾ പരിശോധിക്കുമ്പോൾ അവർ അതിലൊരു പ്രഗ്നൻസി കിറ്റും കുറച്ച് വ്യാജ ഗുളികകളും കണ്ടെത്തുന്നു. ഇവിടെ വെച്ച് സത്യം പുറത്തു വരുന്നു. യഥാർത്ഥത്തിൽ ആ വ്യാജ ഗുളികകൾ കാരണം നിമിഷ താൻ ഗർഭിണിയാണെന്ന് തെറ്റിദ്ധരിച്ചു. എന്നാൽ വാസ്തവത്തിൽ അവൾ ഗർഭിണിയായിരുന്നില്ല. അതറിയാതെ താൻ ഗർഭിണിയാണെന്ന് കരുതി അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ പാവം പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇപ്പോൾ റാം അതിഥിയോടൊപ്പം ഹോസ്റ്റലിനടുത്തുള്ള എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും പോകുന്നു. അവിടെ ഒരു കടയിലെ CCTV ക്യാമറകളിൽ നിന്ന് നിമിഷ താൻ ഗർഭിണിയാണോ എന്ന് പരിശോധിക്കാൻ ഇവിടെ നിന്നാണ് പ്രഗ്നൻസി കിറ്റ് വാങ്ങിയതെന്ന് അവർ മനസ്സിലാക്കുന്നു. അതിനുശേഷം അവൾ കിറ്റ് ഉപയോഗിച്ചു. ഫലത്തിൽ അവൾ ഗർഭിണിയാണെന്ന് കണ്ടു. യഥാർത്ഥത്തിൽ ഈ കിറ്റും വ്യാജ ഗുളികകളെ പോലെ വ്യാജമായിരുന്നു. അതിൽ പോസിറ്റീവ് പ്രഗ്നൻസി ഫലം മാത്രമേ കാണിക്കുമായിരുന്നുള്ളൂ. ഇതുമൂലം നിമിഷ താൻ ശരിക്കും ഗർഭിണിയാണെന്ന് കരുതി. ഇപ്പോൾ റാം ആ മെഡിക്കൽ ഷോപ്പ് ഉടമയെ ഭീഷണിപ്പെടുത്തി ആ വ്യാജ ഗുളികകളുടെ വിൽപ്പനക്കാരന്റെ നമ്പർ വാങ്ങുന്നു. അതോടൊപ്പം മെഡിക്കൽ ഷോപ്പ് ഉടമകൾക്ക് ആ വ്യാജ ഗുളികൾ വിറ്റയാളെ റാം വെടിവെച്ച് കൊല്ലുന്നു. ഇപ്പോൾ റാം ആ കൊലപാതകത്തിന്റെ ഒരു വീഡിയോ എടുത്ത് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്യുന്നു. നിയമവിരുദ്ധമായ ജോലികൾ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഒരു സന്ദേശം നൽകാനായിരുന്നു അത്. വ്യാജ ഗുളികകൾ വിൽക്കുന്ന ആർക്കും ഇതേ ഗതിയായിരിക്കും. മറുവശത്ത് നമ്മൾ വംശിയെയും ദർശനെയും കാണുന്നു. അവർ നിമിഷയുടെ മറ്റൊരു കൂട്ടുകാരിയിൽ നിന്ന് അവളെക്കുറിച്ച് അന്വേഷിക്കുകയാണ്.
അവിടെ വെച്ച് അവർക്ക് ഷർല എന്നൊരു സ്ത്രീയെക്കുറിച്ച് വിവരം ലഭിക്കുന്നു. ഷർല പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി നിയമവിരുദ്ധമായി വിൽക്കുന്ന ഒരു സംഘത്തിലെ അംഗമായിരുന്നു. ഒരിക്കൽ അവൾ നിമിഷയെ ഭീഷണിപ്പെടുത്തി, ഈ പെൺകുട്ടികളെ പോലെ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ വെച്ച് ഷർലയ്ക്കും ഒരു ബോസ് ഉണ്ടെന്നും അയാളാണ് അവളെ കൊണ്ട് ഈ ജോലികൾ ചെയ്യിപ്പിക്കുന്നതെന്നും നമ്മൾക്ക് മനസ്സിലാവുന്നു. അയാളുടെ പേര് പ്രഭാജ് എന്നാണ്. പിന്നെ നമ്മൾ റാമിനെ കാണുന്നു. അയാൾ ബസ്സിൽ വളരെ ദുഃഖിതനായി ഇരിക്കുകയാണ്. കാരണം മകളുടെ കൊലപാതകം ചെയ്ത ആൾക്കെതിരെ ഒരു തുമ്പും അയാൾക്ക് ലഭിച്ചിരുന്നില്ല. അപ്പോൾ ചില ഗുണ്ടകൾ റാമിനെ അവിടെ വെച്ച് ആക്രമിക്കുന്നു. എന്നാൽ റാം അവരെ എല്ലാവരെയും നന്നായി അടിച്ചു ഓടിക്കുന്നു. ആരാണ് വീണ്ടും വീണ്ടും റാമിനെ ആക്രമിക്കാൻ ഗുണ്ടകളെ അയക്കുന്നതെന്ന് പിന്നീട് നമ്മൾ അറിയും. ദർശനും വംശിയും ഷർലയുമായി അടുക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കുന്നു. അതിനുശേഷം അവൾ ഷർലയെ കാണുന്നു. ചില തെളിവുകൾ കണ്ടെത്താനായി ദർശനും വംശിയും അവളുടെ ക്യാബിനിലേക്ക് പോകുന്നുണ്ട്. അതേസമയം അവർ തെളിവുകൾക്കായി തിരയുന്നത് ഷർല കാണുന്നു. ഇതിനുശേഷം ഷർലയും അവളുടെ ഗുണ്ടകളും ചേർന്ന് വംശിയെയും ദർശനെയും ക്രൂരമായി മർദ്ദിക്കുന്നു. അവർ അവരുടെ കൈകൾ കെട്ടി ഒരു കെട്ടിടത്തിലെ വെവ്വേറെ മുറികളിൽ പൂട്ടിയിടുന്നു. അടുത്തതായി റാമും അതിഥിയും വളരെ പരിഭ്രാന്തരായി കാണപ്പെടുന്നു. കാരണം വംശിയുടെയും ദർശന്റെയും ഫോൺ കോളുകൾ കിട്ടുന്നില്ല. ദർശനും വംശിയും എന്തോ കുഴപ്പത്തിലാണെന്ന് അവർ കരുതുന്നു. തുടർന്ന് റാമും അതിഥിയും അവരെ കണ്ടെത്താനായി ഷർലയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. റാം ഷർലയെയും അവളുടെ ഗുണ്ടകളെയും അടിക്കുകയും വംശിയെയും ദർശനെയും രക്ഷിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവരെല്ലാവരും റാമിനോടൊപ്പം അവന്റെ വീട്ടിലേക്ക് പോകുന്നു. റാം അവരെ എല്ലാവരെയും ഭാര്യ നീലയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവിടെ നിമിഷയുടെ ആത്മഹത്യക്ക് കാരണം വ്യാജ ഗർഭധാരണമാണെന്ന് നീല അറിയുമ്പോൾ അവൾ ഉറക്കെ കരയുന്നു. നീല കരയുന്നത് കണ്ട് റാമിനും മകളെ ഓർമ്മ വരുന്നു. ഫോണിൽ നിമിഷ റാമിനോട് പറഞ്ഞിരുന്നു, അച്ഛാ, എനിക്കൊരു വലിയ തെറ്റുപറ്റി, ഞാൻ ഗർഭിണിയായി. ഇത് പറഞ്ഞ് അവൾ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പിന്നീട് റാമും അതിഥിയും വംശിയും ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വ്യാജ ഗുളികകൾ വിതരണം ചെയ്യുകയും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന എല്ലാവരെയും പിടിക്കാൻ അവർ തീരുമാനിക്കുന്നു. ഇതിനുശേഷം അവരെല്ലാവരും ഒരുമിച്ച് ഷർലയെയും അവളുടെ ബോസിനെയും വ്യാജ ഗുളികകൾ വിതരണം ചെയ്യുന്നവരെയും പിടിച്ച് ഒരിടത്ത് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് അവരെ എല്ലാവരെയും ഒരുപാട് പീഡിപ്പിക്കുന്നു. അതുമൂലം വ്യാജ ഗുളികകൾ വിതരണം ചെയ്യുന്നതിൽ പങ്കാളികളായ മറ്റ് നിരവധി കുറ്റവാളികളെ കുറിച്ച് അവർക്ക് വിവരം ലഭിക്കുന്നു. അങ്ങനെ റാം എല്ലാ കുറ്റവാളികളെയും കണ്ടെത്തി അവരെ എല്ലാവരെയും കൊല്ലുന്നു. ഇതിനിടയിൽ ആരോഗ്യമന്ത്രിയായ വിജയ് ഭാസ്കറിനെ കുറിച്ച് അവർക്ക് വിവരം ലഭിക്കുന്നുണ്ട്. അവനാണ് ഇവരുടെ എല്ലാവരുടെയും ബോസ്. നഗരത്തിനുടനീളം വ്യാജ ഗുളികകൾ വിതരണം ചെയ്തിരുന്നത് അവനായിരുന്നു. വിജയ് ഭാസ്കറിന് നിരവധി MLA-മാരുടെയും വലിയ നേതാക്കന്മാരുടെയും ബന്ധമുണ്ട്. ഇവിടെ എല്ലാവരുടെയും സഹായത്തോടെയാണ് അവൻ ഇതെല്ലാം ചെയ്തിരുന്നത്. അവരുടെ ബന്ധങ്ങൾ കാരണം ആളുകൾ ഒരിക്കലും അവനെതിരെ ശബ്ദം ഉയർത്തിയിരുന്നില്ല. തുടർന്ന് റാമും അതിഥിയും ചേർന്ന് ഷർലയെ ഒരുപാട് അടിക്കുകയും നിമിഷയെ ബലാത്സംഗം ചെയ്തോ എന്ന് സത്യം പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഷർല അവളോട് സംഭവിച്ചത് പറയുന്നു. യഥാർത്ഥത്തിൽ നിമിഷ ഗർഭിണി ആയിരുന്നില്ല. താൻ തന്ത്രപൂർവ്വം നിമിഷയ്ക്ക് ചില വ്യാജ ഗുളികകൾ നൽകിയെന്നും അതുമൂലം നിമിഷയ്ക്ക് താൻ ഗർഭിണിയാണെന്ന് തോന്നിയതാണെന്നും അവൾ സമ്മതിക്കുന്നു. കാരണം ആ ഗുളികകൾ അതേ രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഗർഭത്തെക്കുറിച്ചുള്ള ഭയം മൂലമാണ് നിമിഷ ആത്മഹത്യ ചെയ്തത്. അടുത്ത സീനിൽ റാം ഈ വ്യാജ ഗുളികകൾ നിർമ്മിക്കുന്ന ഒരാളെ കണ്ടുമുട്ടുന്നുണ്ട്. താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയ അയാൾ റാമിനെ സഹായിക്കാൻ സമ്മതിക്കുന്നു. യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രിയെക്കുറിച്ച് അയാൾക്ക് എല്ലാം അറിയാമായിരുന്നു. അയാൾ എങ്ങനെയാണ് വ്യാജ ഗുളികകൾ നിർമ്മിക്കുന്നതെന്നും എവിടെയാണ് നിർമ്മിക്കുന്നതെന്നും ഇപ്പോൾ അയാൾ വിജയ് ഭാസ്കറിന്റെ ഫാക്ടറിയുടെ വിലാസം റാമിന് നൽകുന്നു. വിജയ് ഭാസ്കർ വ്യാജമരുന്നുകൾ നിർമ്മിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ്. റാമും ദർശനും അതേ ഫാക്ടറിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് വിജയ് ഭാസ്കറിന്റെ കണ്ണുകൾ അവരുടെ മേൽ പതിയുന്നു. റാം വിജയ് ഭാസ്കറിന്റെ മുന്നിൽ തോക്കു ചൂണ്ടി അവനെ കൂടെ കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു. അതേസമയം ഇടയ്ക്കിടെ റാമിനെ ആക്രമിച്ചിരുന്ന ഗുണ്ടകളെ അയച്ചത് താനല്ലെന്ന് വിജയ് ഭാസ്കറിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു. റാം സത്യം കണ്ടെത്തുമെന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു. അതേസമയം വിജയ് ഭാസ്കറിന്റെ ആളുകൾ അതിഥിയെ പിടിച്ച് റാമിന്റെ മുന്നിൽ കൊണ്ടുവരുന്നു. എന്നാൽ റാം ഒട്ടും പരിഭ്രാന്തനാകുന്നില്ല. കാരണം ഇതുപോലൊന്ന് സംഭവിക്കുമെന്ന് അയാൾക്ക് നേരത്തെ അറിയാമായിരുന്നു. അതിനായി അയാൾ തയ്യാറെടുത്തിരുന്നു. ഇവിടെ റാം തന്റെ പദ്ധതി വെളിപ്പെടുത്തുന്നു. ദർശന്റെ ശരീരത്തിൽ ടൈം ബോംബുകൾ ഘടിപ്പിച്ചിട്ടുണ്ടെന്നും ആ സമയത്ത് ദർശൻ റാമിനും വിജയ് ഭാസ്കറിനുമൊപ്പം നടക്കുകയായിരുന്നു എന്നും പറയുന്നു. ഈ ബോംബിന്റെ കാര്യം അറിയുമ്പോൾ വിജയ് ഭാസ്കർ വിയർക്കാൻ തുടങ്ങുന്നു. ഇതുമൂലം വിജയ് ഭാസ്കറിന് അവരോടൊപ്പം പോവുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. ഇതിനുശേഷം റാം വിജയ് ഭാസ്കറിനെ ഒരിടത്ത് പൂട്ടിയിട്ടിട്ട് അവന്റെ ഒരു വീഡിയോ എടുക്കുന്നു. അതിൽ വ്യാജ ഗുളികകൾ വിൽക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കുറിച്ച് അവൻ പറയുന്നുണ്ട്. ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ മന്ത്രിമാരും MLA-മാരും അതിൽ കുടുങ്ങുന്നുണ്ട്. തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് എല്ലാവരും ഭയപ്പെടുന്നു. തുടർന്ന് റാം, അതിഥി, ദർശൻ, വംശി എന്നിവർ വിജയ് ഭാസ്കറിനെ അവൻ പെൺകുട്ടികളെ വിതരണം ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ വിജയ് ഭാസ്കർ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ എൻ്റെ സ്ഥലത്തേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നിങ്ങളെ ആർക്കും രക്ഷിക്കാനാവില്ല.
വിജയ് ഭാസ്കറിന്റെ എല്ലാ ഗുണ്ടകളും വന്ന് അവരെല്ലാവരെയും ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അവൻ റാമിനോട് പറയുന്നുണ്ട്, ഈ ഗുളികകൾ ഇങ്ങനെ തന്നെ നിർമ്മിക്കപ്പെടും, ഇതിന്റെ വിതരണം ആർക്കും തടയാനാവില്ല. എന്നാൽ അതേസമയം വേലു നായ്ക്കരുടെ ആളുകൾ അവിടെ വരുന്നു. എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരണം എന്ന് റാമിനോട് വാഗ്ദാനം ചെയ്തിരുന്ന അതേ വേലു നായ്ക്കരായിരുന്നു അത്. വിജയ് ഭാസ്കറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് റാം വേലു നായ്ക്കരെ വിളിച്ച് താൻ വിജയ് ഭാസ്കറിനെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ വേലു നായ്ക്കരുടെ ഗുണ്ടകൾ വിജയ് ഭാസ്കറിന്റെ എല്ലാ ഗുണ്ടകളെയും ക്രൂരമായി മർദ്ദിക്കുന്നു. അതിനുശേഷം റാം അവന്റെ സ്ഥലം പരിശോധിക്കുന്നുണ്ട്. അവിടെ ബേസ്മെന്റിൽ പൂട്ടിയിട്ടിരിക്കുന്ന നിരവധി തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികളെ അവൻ കണ്ടെത്തുന്നു. അപ്പോൾ സിനിമയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന രംഗം വരുന്നു. ആ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ റാമിന്റെ മകൾ നിമിഷയുമുണ്ട്. അവൾ ഇപ്പോഴും ജീവനോടെയുണ്ട്. ഇവിടെയാണ് സത്യം വെളിപ്പെടുന്നത്. നിമിഷ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ ഷർലയുടെ ഗുണ്ടകൾ അവളെ പിടിച്ച് മറ്റെല്ലാ പെൺകുട്ടികളോടൊപ്പം ഇവിടെ കൊണ്ടുവരികയായിരുന്നു. നിമിഷയെ ജീവനോടെ കണ്ട റാം വളരെയധികം സന്തോഷിക്കുകയും അവളെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം റാം ഈ വിവരം നീലയോട് പറയുന്നു. നമ്മുടെ മകൾ ജീവനോടെയുണ്ട്. ഇത് കേട്ട് നീലയും വളരെയധികം സന്തോഷിക്കുന്നു. എന്നിട്ട് അവരെല്ലാവരും തങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി നിങ്ങളുടെ അരികിലേക്ക് എത്തുകയുള്ളൂ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.